ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യവും എല്ലാ ആൾക്കാരും മറന്നുപോയ കാര്യമാണ് ഇത്. 100% ആൾക്കാർ എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ 80% ഏറെ ആൾക്കാർക്കും ഇതറിഞ്ഞൂടാ. സാമാന്യ അറിവ്, സാമാന്യ മര്യാദ, ഈ സംഭവങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഈ 100 വർഷത്തിന് ഇപ്പുറം അതിനെക്കുറിച്ചുള്ള വില വലുതായിട്ടില്ല. ഈ വില കൊടുക്കാത്തത് കാരണം കുടുംബങ്ങൾ ചിതറി പോകുന്നതേ ഉള്ളൂ. കൂട്ടുകുടുംബത്തിൽ കഴിയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അവിടെ ഒരു ഐക്യത ഉണ്ടായിരുന്നു. ന്യൂക്ലിയർ ഫാമിലി വന്നതോടുകൂടി വൃത്തിയും ശുദ്ധിയൊക്കെ കൂടിയെങ്കിലും അവർക്ക് പരസ്പരം ഒന്നുമേ അറിയാത്ത അവസ്ഥയായി. ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ എല്ലാം തികഞ്ഞു എന്ന് വിചാരിക്കുന്ന രക്ഷകർത്താക്കളുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം ആയി എന്ന് വിചാരിക്കുന്ന ആൾക്കാരുടെ എണ്ണവും വളരെ കൂടുതലാണ്. എത്ര തന്നെ നിങ്ങളെ ഓടിയാലും എത്ര തന്നെ വെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചാലും ഈ 2 ഘട്ടം നിങ്ങൾ താണ്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനപ്പുറം വേറെയും പല കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ നമ്മൾ ചേർത്ത് പിടിച്ചേ പറ്റൂ. നമ്മുടെ പൂർവികർക്ക് ധാരാളം ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് ഈ ഭക്തിയും ഈ ബുദ്ധിയും ഈ ശക്തിയും ഇതെല്ലാം. പക്ഷേ ഇന്നത്തെ കാലത്ത് ആർക്കും അതിൻ്റെ ആവശ്യമില്ല. അവർക്കൊന്ന് നെട്ടോട്ടോ ഓടിയാൽ മാത്രം മതി. പക്ഷെ ആ ഓടി വീഴുമ്പോൾ തളരുമ്പോൾ അപ്പോഴും വേണം ഈശ്വരൻ. എന്തെങ്കിലും കാര്യസാധ്യതയ്ക്ക് ഓടി ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി എന്തെങ്കിലും വഴിപാടുകളൊക്കെ കഴിച്ച് അത് മുഴുവനും നേടിയെടുത്താൽ അങ്ങനെ, നേടിയെടുത്തില്ലെങ്കിൽ ഇങ്ങനെ എന്നുള്ള രീതിയിൽ വല്ലാത്തൊരു ജീവിതത്തിൻ്റെ പിന്നാലെ പാഞ്ഞു നടക്കുന്ന ആൾക്കാരാണ്. ഒരു കാലത്ത് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. ഇന്നത്തെ തലമുറയിൽ അച്ഛനും അമ്മയും ഇല്ല. അച്ഛൻ ഒരു വഴി, അമ്മ വേറൊരു വഴി, ആ രീതിയിലാണ് ഇന്നത്തെ പോക്ക്. കുട്ടികളോ പേരുവഴിയിലും. 100% കുഞ്ഞുകുട്ടികൾ പേരുവഴിയിലാണ്. ഇവർ വളർന്നു കഴിയുമ്പോൾ നാടിനെ തന്നെ അവർ മുടിപ്പിക്കും. വീടിനെ തന്നെ നശിപ്പിച്ചിട്ടായിരിക്കും അവർ പുറത്തിറങ്ങുന്നത്. ഇത് ഉപദേശങ്ങളായിട്ട് കൊടുക്കാനോ നേർവഴി കൊടുക്കാനോ ഇന്നത്തെ അച്ഛനും അമ്മയ്ക്കും സമയമേ ഇല്ല, സൗകര്യമേ ഇല്ല. മുതുമുത്തശ്ശിമാർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പിന്നെ കിട്ടുന്ന ബഹളവും വഴക്കും വേറെ വലുതാണ്. വിവരമില്ലാത്ത അവരുടെ വാക്കുകളാണ് എന്നുള്ള രീതിയിൽ അവരോട് കാണിക്കുന്ന അമിതമായ വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമേ മിക്കയിടങ്ങളിലും നടക്കാറുള്ളൂ. ഇത് അടച്ചു പറയുന്നതല്ല, എല്ലാവരെയും വേദനിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമല്ല, ഇത് സത്യമായ കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ഈശ്വരൻ്റെ പിന്നാലെ പായുകയോ നമ്മുടെ ബുദ്ധിമുട്ടുകൾ എല്ലാം മാറ്റിവെക്കാനായിട്ട് ഒരിടം ഉണ്ടെന്ന് ചിന്തിക്കുകയോ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോഴപ്പോഴായിട്ടുള്ള കാര്യങ്ങൾ നന്നായി നടത്തുക, അതിനനുസരിച്ച് അവർക്കങ്ങ് ജീവിക്കുക. ഇതിനപ്പുറം വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പോലും അവർക്കറിഞ്ഞൂടാ. ഇന്നത്തെ കുഞ്ഞു തലമുറകൾക്ക് ഇങ്ങനെ ഒരു സംഭവം അവരുടെ ഉള്ളിലില്ലേ ഇല്ല. സാമാന്യ മര്യാദയും ഇല്ല, സാമാന്യ വിവരവും ഇല്ല, സാമാന്യ അറിവും ഇല്ല. വിവരം വേറെ, അറിവ് വേറെ, ഇതെല്ലാം വേറെ വേറെ കാര്യങ്ങൾ തന്നെയാണ്. വിവരവും അറിവും തമ്മിൽ ചേർക്കാനേ പറ്റില്ല. വിവരം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം ഉള്ളവർക്കായാലും ഇല്ലാത്തവർക്കായാലും അതുണ്ടാകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർക്ക് തന്നെ നല്ല വിവരം കാണും. വിവരം വേറെ, വിദ്യാഭ്യാസം വേറെ. ഇത് മനസ്സിലാക്കാൻ ആരെയും പഠിപ്പിക്കേണ്ട, സ്വയം പഠിപ്പിച്ചാൽ മതി, സ്വയം പഠിച്ചാൽ മതി. അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും ബുദ്ധികളും തനിയെ വന്നോളും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സാമാന്യ മര്യാദ, സാമാന്യ വിവരം, സാമാന്യ ബുദ്ധി, സാമാന്യ അറിവ്.
ഇതെല്ലാം സ്വയം എടുക്കാൻ കഴിയും. ഇന്നത്തെ കാലത്ത് മുഴുവനോടെ മറന്നു പോയിരിക്കുന്ന 4 ഘടകങ്ങളാണ് ഇവയെല്ലാം. അതിനെ വളർത്തിയെടുത്തേ പറ്റുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ ആയാലും അത് വളർത്തിയെടുക്കണം. ആരെയും നിർബന്ധിച്ച് ഒന്നും ചെയ്യരുതേ എന്ന് പറയുമ്പോഴും അതിനകത്ത് 2 കാരണങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നിർബന്ധിക്കേണ്ടടുത്ത് നിർബന്ധിക്കുക തന്നെ വേണം. ചില കാര്യങ്ങൾ നിർബന്ധിക്കാതെ തന്നെ അത് നടപ്പിലാകും. അപ്പം നിർബന്ധിക്കാതെ നടപ്പിലാകുന്ന കാര്യങ്ങൾ വളരെ വളരെ വിരളമാണ്. അപ്പോൾ നിർബന്ധിച്ച് നടപ്പിലാക്കുന്നത് കുറച്ചുകൂടെയും മുന്നോട്ട് പോകാൻ പറ്റും. നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം സാമാന്യ മര്യാദ, സാമാന്യ ബുദ്ധി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതുമായിട്ട് വളരെ വ്യത്യാസമാണ്. സാമാന്യ മര്യാദ, അതുപോലെ തന്നെ സാമാന്യ അറിവ്, കോമൺ സെൻസ് എന്ന് പൊതുവെ പറയാം. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന കുട്ടികൾക്ക് അത് ഒന്നുമില്ലാതെയാണ് വളരുന്നത്. ഇന്നത്തെ തലമുറ അത് തന്നെയാണ്. അതിനെ സൂക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും കുട്ടികളുടെ അച്ഛനും അമ്മയുമാണ്. കുട്ടികളുടെ അച്ഛനും അമ്മയും നല്ലതായിരുന്നാലേ കുട്ടികൾക്ക് ഈ വിവരം കൊടുക്കാൻ പറ്റുള്ളൂ. ഈ വിവരം കൊടുക്കുന്നതനുസരിച്ച് കുട്ടികൾക്ക് മാറ്റം വരും എന്നുള്ളത് ഉറപ്പാണ്. എത്ര തന്നെ നിങ്ങൾ ശാസ്ത്രത്തിൻ്റെ പിന്നാലെ പോയാലും, എത്ര തന്നെ സൗഭാഗ്യങ്ങളുടെ പിന്നാലെ പോയാലും അവസാനം ചെന്നെത്തുന്നത് ഈശ്വരൻ്റെ പാദങ്ങളിൽ തന്നെയാണ്. അതാദ്യമേ ആ കുട്ടികൾക്ക് ആ ബോധം കൊടുത്ത് വളർത്തുക. അതിനനുസരിച്ചുള്ള ഭാഗ്യവും അതിന്മേലുണ്ടാകുന്ന നേട്ടങ്ങളും സന്തോഷത്തോടെ ആസ്വദിച്ച് ജീവിക്കുക. ഇതെല്ലാ ആൾക്കാർക്കും കൊടുക്കാൻ ഭഗവാന് കഴിയും. എല്ലാ ആൾക്കാർക്കും എടുക്കാൻ മനുഷ്യർക്ക് കഴിയും. ഇത് എടുക്കുക, ഭഗവാന്റെ നിന്ന് വാങ്ങുക, സന്തോഷത്തോടെ ജീവിക്കുക. എല്ലാവർക്കും ഇത് വേണം, എല്ലാവർക്കും ഇത് കിട്ടണം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ട് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു. ജാതി മതഭേദങ്ങൾ ഒന്നും തന്നെ ഇല്ല. ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ. അനുഭവത്തിലൂടെ അവനവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങുക. ഈ സത്യം അനുഭവിച്ചറിയുക. ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകത ഔഷന്നു ഇലൂഷനും ജനകത ഔഷന്നു ഇലു ഇഷാനിയുമാണ്. ഇതിനു പുറമെ നവജകന്മ എന്ന പുതിയ സൃഷ്ടിയുമുണ്ട്. അത് ഓരോ ഈശ്വര ശക്തിയുടെയും ജീവചൈതന്യ രൂപത്തിൽ നിന്ന് ഉടലെടുത്തതാണ്. ഈ നവജകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു. അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതിയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യം എടുക്കുന്നു. അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അറിയാം. അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി. ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ.